CAG റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ നിൽക്കുകയാണല്ലോ, സഭയിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. നേരത്തെ അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്, വളരെ വ്യക്തമായിട്ട് എന്താ സംഭവിച്ചത് മറുപടി പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും അവർ ലോകായുക്തയുടെ മുമ്പാകെ പ്രതിപക്ഷം കേസ് കൊടുത്തതാണ്, ആ സമയത്തും മറുപടി പറഞ്ഞതാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷം അത് ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. CAGയുടെ റിപ്പോർട്ടിൽ കൂടുതൽ പണം ചെലവാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PPE കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയതിലാണ് 15,000 PPE കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത്. ആ സമയത്തിൻ്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. എല്ലാവരും മറന്നുപോയി എന്നാണ് തോന്നുന്നത്. കോവിഡിൻ്റെ ഇല്ല അങ്ങനെ അതെല്ലാം വ്യക്തമായ ഉത്തരത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. ആ സാഹചര്യത്തിൻ്റെ ഗൗരവവും കേരളത്തിലെ ജനങ്ങൾ മറന്നുപോവില്ല എന്നുള്ളത് ഉറപ്പല്ലേ. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതിനുള്ള മറുപടി നേരത്തെ നിയമസഭക്കകത്ത് ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ചിട്ടുള്ള മറുപടി പത്രത്തിലെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങളെല്ലാവരും അതൊന്നുകൂടി എടുത്ത് നോക്കിയാൽ മതി. ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു കുറിപ്പിനകത്ത് പറയുന്നത് അന്ന് അനിത ടെസ്റ്റിക്കോട്ട് എന്ന സ്ഥാപനത്തിന് അവർ 550 രൂപയ്ക്ക് നൽകാമെന്നുള്ള കരാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അനിത ടെസ്റ്റിക്കോട്ടൊന്നും എൻ്റെ മനസ്സിലില്ല. ഇപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയാണ്ട് ഞാനെന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷേ ആ സമയത്ത് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമേ അന്ന് ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല. 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ സപ്ലൈ ഇല്ല. നല്ലത് നോക്കി വാങ്ങണമല്ലോ, ക്വാളിറ്റി നോക്കണമല്ലോ. ഏതെങ്കിലും വാങ്ങിയാൽ ഇത് കോവിഡല്ലേ, ഇത് ധരിക്കാതെ നഴ്സുമാരെല്ലാം ചെല്ലുമ്പോൾ, ഡോക്ടർമാരെല്ലാം ചെല്ലുമ്പോൾ രോഗം പകർന്ന് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ക്വാളിറ്റിയും കൂടി നോക്കും. അനിത ടെസ്റ്റിക്കോട്ടിൻ്റെ എനിക്കറിയില്ല, അറിയാണ്ട് പറയാൻ പറ്റില്ല. അതെല്ലാം നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ഇതെല്ലാം ആ മറുപടിക്കകത്തുണ്ട്. ഒരു ഡിസാസ്റ്ററിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങളത് പരിശോധിച്ചാൽ മതി. ഒരു ഡിസാസ്റ്റർ, ആളുകൾ കൂട്ടത്തോടെ മരിക്കുമെന്നുള്ള ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നത്? ഇത് അതേ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ ആരോപണമാണ് കൂടുതൽ പണം ചെലവഴിച്ചു എന്നുള്ളത്. CAG റിപ്പോർട്ട് കാണാണ്ട് ഞാൻ ഒന്നും പറയില്ല. അത് തന്നെയായിരിക്കും കൂടുതൽ പണം ചെലവാക്കി എന്നുള്ളത് പറയുന്നുണ്ടാവുക. അതിന് ഗവൺമെൻറ് മറുപടി പറയും. എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ അതിനെപ്പറ്റി. അത് ഗവൺമെൻറ് അതിനുള്ള മറുപടി പറയുമല്ലോ CAG റിപ്പോർട്ടിൻ്റെ അതിൽ വന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ ഒരു രീതിയുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയാലും. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടിയന്തര സാഹചര്യത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കിറ്റ് വാങ്ങിയത് എന്ന് പറയുന്നു. CAGക്ക് ഈ മറുപടിയിൽ വ്യക്തതയില്ല എന്നും ആ റിപ്പോർട്ട് പറയുന്നു. വ്യക്തതയില്ലെങ്കിൽ ഗവൺമെൻറ് അതിന് വ്യക്തത ഉണ്ടാക്കി കൊടുക്കും. ഗവൺമെൻറ് അല്ലേ അത് ചെയ്യേണ്ടത്? ഓക്കെ.